ഹലോ ഫ്രണ്ട്സ്. ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ഫേസ് എക്സാമിൻ്റെ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, ബിറ്റ്, ബൈറ്റ്, നിബിൾ, കിലോ ബൈറ്റ്. ഇതിൻ്റെ ആൻസർ വരുന്ന കിലോ ബൈറ്റ് ആണ്. ബിറ്റും ബൈറ്റും നിബിളും ഒക്കെ തന്നെ മെമ്മറിയുടെ സ്മോൾ യൂണിറ്റ്സ് ആണ്. പക്ഷേ കിലോ ബൈറ്റ് എന്ന് പറയുന്ന ഇച്ചിരി വലിയ യൂണിറ്റ് ആണ്. 4 ബിറ്റ്സ് ചേരുന്നതാണ് ഒരു നിബിള്, 8 ബിറ്റ്സ് ചേരുന്നതാണ് ഒരു ബൈറ്റ്. അപ്പോൾ ഒരു നിബിളിന് നമുക്ക് അര ബൈറ്റ് എന്നും പറയാം. 1024 ബൈറ്റ്സ് ചേരുന്നതാണ് ഒരു കിലോ ബൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കിലോ ബൈറ്റ് ആണ്. ബാക്കിയെല്ലാം എന്താണ്, മെമ്മറിയുടെ ചെറിയ യൂണിറ്റുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സൈബർ ക്രിമിനൽ ക്രിയേറ്റ്സ് എ ഫേക്ക് വെബ്സൈറ്റ് റിസംബ്ലിംഗ് എ ബാങ്ക്സ് പോർട്ടൽ ടു കളക്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ്. ദിസ് ആക്ടിവിറ്റി ബെസ്റ്റ് റെപ്രസെൻറ്റ്സ്. ഒരു സൈബർ ക്രിമിനൽ ഒരു ഫേക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ബാങ്ക് പോർട്ടലുമായിട്ടുള്ള റിസംബ്ലൻസ് ഉള്ള ഒരു ഫേക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുന്നു. ഈ ആക്ടിവിറ്റി ഏത് സൈബർ ക്രൈം ആണെന്നാണ് ചോദിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗിൻ ക്രെഡൻഷ്യൽസോ അതെനിക്ക് ബാങ്ക് ഡീറ്റെയിൽസോ ഒക്കെ കിട്ടാനായിട്ട് ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ ഇംപേഴ്സണേറ്റ് ചെയ്ത് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം നമുക്ക്. ഹാക്കിംഗ് എന്താണെന്ന് നോക്കാം. ഹാക്കിംഗ്, പ്രോസസ് ഓഫ് അൺഓതറൈസ്ഡ് ആക്സസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് നോൺ ആസ് ഹാക്കിംഗ്. ഓതറൈസ്ഡ് ആക്സസ് ഇല്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ ആക്സസ് ചെയ്യുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് ചെയ്യുന്ന ആളെന്തെന്ന് പറയും, ഹാക്കർ എന്ന് പറയും. ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ സ്റ്റീൽ ചെയ്തിട്ട് അതുപയോഗിച്ച് ക്രൈമുകൾ ചെയ്യുന്നതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മുടെ പേരൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെന്ന രീതിയിൽ ആളുകളെ പറ്റിക്കുന്നു. അപ്പോൾ അതൊരു ഐഡൻറ്റിറ്റി തെഫ്റ്റിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. സൈബർ സ്റ്റോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കൺസെൻറ്റ് ഇല്ലാതെ അയാളെ ഹറാസ് ചെയ്യാനോ ത്രെറ്റൻ ചെയ്യാനോ അതെനിക്ക് മലീഷ്യസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. താങ്ക്സ് ഓൾ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.